എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ വ്ലോഗ്സ് അഭിലാഷ്. നമ്മളിപ്പോ നിൽക്കുന്നത് തൃശ്ശൂര് ശങ്കര റോഡുള്ള സെഞ്ചുറി TVS-ലാണ് കേട്ടോ. എന്താണല്ലേ നമ്മുടെ ജുപിറ്റർ ഈ ഒരു വാഹനം പുതിയ അപ്ഡേഷനായിട്ട് 2 കളേഴ്സോട് കൂടിയിട്ട് നമ്മുടെ സെഞ്ചുറി TVS-ൽ എത്തിയിട്ടുണ്ട്. ആ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളായിരിക്കുന്നത്. അപ്പൊ ആ ഒരു വിശേഷത്തിലേക്ക് പോലെ ഇതാണ് നമ്മുടെ TVS ജുപിറ്റർ 110cc 125cc കേട്ടോ. 2 കളർ അപ്ഡേഷൻ ആയിട്ടാണ് വാഹനം വന്നിട്ടുള്ളത്. ഇത് 110ൽ വരുമ്പോൾ മാറ്റ് ബ്ലാക്കും മറ്റേ വാഹനം വരുമ്പോൾ നമുക്ക് എലൈറ്റ് ഗ്രീൻ കളറും ആണ് വന്നിട്ടുള്ളത്. 2 കളർ അപ്ഡേഷൻ ആണ് വന്നിട്ടുള്ളത്. കൂടാതെ നമുക്ക് മീറ്റർ ക്ലസ്റ്ററിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഈ ഒരു മീറ്റർ ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ സാധാ ഒരു മീറ്റർ ക്ലസ്റ്റർ ഡിജിറ്റൽ തന്നെയാണ്, സാധാ ഒരു രീതിയിൽ തന്നെയാണ് മീറ്റർ ക്ലസ്റ്റർ കൊടുത്തിട്ടുള്ളത്. എന്നാൽ നമ്മുടെ 125cc വരുമ്പോൾ ഒരു പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ടൈപ്പിലുള്ള മീറ്റർ ക്ലസ്റ്റർ ആണ് വന്നിട്ടുള്ളത്. നമ്മൾ ഈ കാണുന്ന 2 വാഹനങ്ങളും ടോപ്പ് ആൻഡ് മോഡലാണ് കേട്ടോ. ഇരുചക്ര വാഹനങ്ങളിൽ കാണുന്ന ബ്രാൻഡ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പറയുക TVS തന്നെയായിരിക്കും. കാരണം അത്രയധികം വാഹനങ്ങളാണ് നിരത്തുകളിൽ ഇന്നിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്നത്. TVS-ന്റെ ആ ഒരു വാഹനത്തിൽ നല്ല രീതിയിൽ കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുന്നതും പ്രായമായിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, ചെറുപ്പക്കാരായിക്കോട്ടെ, ലേഡീസ് ആയിക്കോട്ടെ, ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് നമ്മുടെ ജുപിറ്റർ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. തന്നെ നമുക്ക് ബേസ് മോഡലാണ് കിക്ക് സ്റ്റാർട്ട് വരുന്നത്. ഈ ഒരു മോഡൽസിലൊന്നും കിക്ക് സ്റ്റാർട്ട് ഉണ്ടാവില്ല, നമുക്ക് സെൽഫ് സ്റ്റാർട്ട് മാത്രമായിരിക്കും. ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒരു ബ്ലാക്ക് വിൻഷീൽഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് സ്മാർട്ട് എക്സ് കണക്ട് എന്നുള്ള ആ ഒരു സ്റ്റിക്കർ കാണാൻ പറ്റും കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്, നമുക്ക് ഇപ്രാവശ്യത്തെ ഒരു അവാർഡൊക്കെ നമ്മുടെ ഈ ഒരു വാഹനം നേടിക്കഴിഞ്ഞു എന്നുള്ളത്. ഇനി ഇതിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ LED ഹെഡ്ലാമ്പ് തന്നെയാണ് വരുന്നത്. അത് ഈ ഒരു വാഹനത്തിനായാലും ഹെഡ്ലൈറ്റിൽ LED തന്നെയാണ് വരുന്നത്. പിന്നെ ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. അതുപോലെ തന്നെ നമുക്ക് താഴെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു വൈഡ് ആയിട്ടുള്ള DRLs വന്നിട്ടുണ്ട്. ഇതിൽ തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഗ്ലോസിയിലാണ് ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടുന്ന് മാറ്റ് ബ്ലാക്കും ഇതിലൊരു ഗ്ലോസി ഇതിലാണ് വന്നിട്ടുള്ളത്. അത് വാഹനത്തിന് ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ പ്രത്യേക ഒരു ഭംഗി എടുത്ത് കാട്ടുന്നുണ്ട്. തൊട്ട് താഴെ നമുക്ക് മാറ്റ് ബ്ലാക്കിൽ തന്നെ ഒരു മൺഗാർഡ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ബേസ് നമുക്ക് വരുമ്പോൾ 12 ഇഞ്ചാണ് ബാക്കും ഫ്രണ്ടും വരുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ നമുക്ക് അലോയ്സും ഡിസ്ക് ബ്രേക്കും വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ഫൈബർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബാക്കി ഈ ഒരു സൈഡ് ആയാലും ഈ ഒരു പാനലൊക്കെ ആയാലും നമുക്ക് മെറ്റലാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. സൈഡ് വ്യൂ ഒക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി ഷേപ്പിലാണ് വാഹനം വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് ജുപിറ്റർ എന്നുള്ള ആ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലെതർ സീറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു സീറ്റ് ബ്ലാക്കും ഗ്രേ കളറിലാണ് സീറ്റ് കോംബോ വന്നിട്ടുള്ളത്. ഈ ഒരു സീറ്റിന്റെ ഈ ഒരു സൈഡിലായിട്ടായിരുന്നു നമ്മുടെ ടാങ്കിന്റെ ആ ഒരു പോർഷൻ അല്ലെ. എന്നാൽ നമുക്ക് ഇപ്പോഴത്തെ വാഹനത്തിൽ അതെല്ലാം മാറിയിട്ട് സെൻട്രലായിട്ടാണ് നമുക്ക് വാഹനത്തിന്റെ ആ ഒരു പെട്രോൾ ടാങ്ക് പോർഷൻ വരുന്നത് കേട്ടോ. സൈഡിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലാക്കിൽ ഇത് നിങ്ങൾ ജസ്റ്റ് വിചാരിക്കും ഇതെന്താണ്, ചെളിയാണോ അല്ലെങ്കിൽ പെയിന്റ് മങ്ങിയതാണോ എന്ന് കേട്ടോ. അങ്ങനെയല്ല, ഇതിൽ വന്നിട്ടുള്ള ആ ഒരു ഡോട്ടുകളാണ് കേട്ടോ. അതൊരു വെറൈറ്റി ആയിട്ടുണ്ട്. നമുക്ക് ഒരു മാറ്റിൽ ആ ഒരു ഡോട്ട് കൂടി വരുമ്പോൾ ഈ ഒരു സൈഡിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ ക്യാപ്പിന്റെ ആ ഒരു ഭാഗം കാണാൻ പറ്റൂട്ടോ. നമുക്ക് പെട്രോൾ ക്യാപ്പ് ഒക്കെ ആദ്യം വന്നിരുന്നത് കണ്ടോ ഈ ഒരു ഭാഗത്തായിരുന്നു, ഈ ഒരു സൈഡിലായിരുന്നു. അതിന് മുന്നേ വന്നിരുന്നത് നമുക്ക് സീറ്റിന്റെ ഉള്ളിലായിരുന്നു. അത് മാറിയിട്ടാണ് നമുക്ക് ഈ ഒരു ബാക്കിലോട്ട് വന്ന ഈ ആ ബാക്കിൽ നിന്ന് മാറ്റി നേരെ ഇപ്പോൾ എന്തായി ഈ ഒരു സൈഡിലോട്ടായിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ഗ്ലോ ബോക്സ് ഒക്കെ കാണാം. അത്യാവശ്യത്തിന് നല്ലൊരു ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു
ലഗേജ് ഹുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ കീ 1 കീ തന്നെ പറയാം കേട്ടോ. കാരണം പെട്രോൾ ക്യാപ്പ് ആയാലും സീറ്റ് ആയാലും നമുക്ക് ഒറ്റ കീ കൊണ്ട് ഓപ്പൺ ആക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു സൈഡിലായിട്ട് ചാർജബിൾ പോർട്ടും കാണാൻ പറ്റും. പോർട്ട് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടെ LED ടെയിൽ ലാമ്പ് തന്നെ കാണാം. നമുക്ക് DRL എങ്ങനെ വന്നിട്ടുണ്ടോ അതേപോലെ തന്നെ കുറച്ച് വൈഡ് ആയിട്ടാണ് നമുക്ക് ഇവിടെ ബാക്ക് ടെയിൽ ലാമ്പ് വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് നല്ലൊരു എക്സോസ്റ്റും വന്നിട്ടുണ്ട്. അതിൽ തന്നെ നമുക്കൊരു ക്രോമോട് കൂടിയിട്ടുള്ള ഒരു ഷീൽഡും കൊടുത്തിട്ടുണ്ട്. റബ്ബർ ബീഡിങ്ങോട് കൂടിയിട്ടുള്ള ഫുട് റെസ്റ്റ് ആണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത് കേട്ടോ. റിയർ സസ്പെൻഷനിലോട്ട് നോക്കുകയാണെങ്കിൽ 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആണ് നമുക്ക് ജുപിറ്ററിൽ വന്നത്. ഇനി ഇവന്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 33 ലിറ്റർ കേട്ടോ. അത്യാവശ്യത്തിന് 2 ഹെൽമെറ്റും വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലഗേജസ്, പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഇതില് ഹോൾഡ് ചെയ്യാൻ പറ്റും. വാഹനത്തിന്റെ മീറ്റർ ക്ലസ്റ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളി ഒരു മീറ്റർ ക്ലസ്റ്റർ ആണ് വാഹനത്തിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, വോയിസ് അസിസ്റ്റന്റ്, നാവിഗേഷൻ, കോൾ ആൻഡ് മെസ്സേജ് നോട്ടിഫിക്കേഷൻ, അങ്ങനെ ഒരുപാട് സവിശേഷതകൾ മീറ്റർ ക്ലസ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡിലായിട്ട് മോഡ്, സെറ്റ് കാര്യങ്ങളൊക്കെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. സാധാ വാഹനത്തിലുള്ള പോലെ തന്നെ ഡിം ബ്രൈറ്റ്, അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ ഈ ഒരു സൈഡിൽ ആയിട്ടാണ് നമുക്ക് ഐഗോ അസിസ്റ്റ് എന്ന് പറഞ്ഞുള്ള ആ ഒരു കാര്യങ്ങൾ വരുന്നത്. അതിന്റെ സ്വിച്ചസ് ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിനെ പറ്റി കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇതിലായിട്ട് നമുക്ക് ആ ഒരു വോയിസ് കൺട്രോളിങ്ങിന്റെ ആ സ്വിച്ചസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ടാങ്ക് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 5 ലിറ്റർ ആണ് വരുന്നത് കേട്ടോ. 110cc ഈ ഒരു മാറ്റ് ബ്ലാക്ക് നമുക്ക് സ്പെഷ്യൽ അഡീഷനും കൂടിയിട്ടാണ് കേട്ടോ. ഈ ഒരു സ്പെഷ്യൽ അഡീഷന് താഴെ വരുമ്പോ നമുക്ക് 4 കളേഴ്സും കൂടി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ജുപിറ്റർ ഈ ഒരു സ്പെഷ്യൽ എഡീഷന്റെ പ്രൈസ് വരുന്നത് 91,280 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് കേട്ടോ. ഈ നമ്മുടെ ജുപിറ്ററിന്റെ ആ ഒരു എഞ്ചിൻ പവർ നോക്കുകയാണെങ്കിൽ 125cc മാക്സിമം പവർ 6500 RPM മാക്സിമം ടോർക്ക് 4500 ആണ് കേട്ടോ ആ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യണത്. ഇനി ജുപിറ്റർ 110cc വരാണെങ്കിൽ മാക്സിമം പവർ 6500 RPM മാക്സിമം ടോർക്ക് 5000 ആണ് ആ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യണ കേട്ടോ. എങ്ങനെയാണ് നമ്മുടെ 125 ജുപിറ്റർ ഹെഡ്ലൈറ്റ് തന്നെ നോക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാവും 110ന്റെ ഹെഡ്ലൈറ്റും നമുക്ക് 125ന്റെ ഹെഡ്ലൈറ്റും നല്ല വ്യത്യാസമുണ്ട്. കാരണം രണ്ടും ഹെഡ്ലൈറ്റ് ഒക്കെ LED തന്നെയാണ്. പക്ഷെ ഇതില് സിംഗിൾ ഹെഡ്ലൈറ്റ് ബേസ് ആണ് വെച്ചിട്ടുള്ളത്. ഇതിൽ കണ്ടോ 2 സെക്ഷൻ ആയിട്ടാണ് നമുക്ക് ഹെഡ്ലൈറ്റ് വന്നിട്ടുള്ളത്. നടുക്കിലായിട്ട് LED ടെക്നോ നമുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെൻട്രലായിട്ട് നമുക്കിതില് TVS കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ 110cc നമ്മുടെ ആ ഒരു കുതിരയുടെ എംബ്ലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. തൊട്ട് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ക്രോം ഫിനിഷിൽ അടിപൊളിയൊരു ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് സൈഡിലായിട്ട് DRLും കൊടുത്തിട്ടുണ്ട്. ഹലോജൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ മിറേഴ്സിൽ നമുക്ക് ഇവിടെ ഒരു മാറ്റ് ബ്ലാക്കും ദെൻ ക്രോമും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രോമും നമ്മുടെ ഹെഡ്ലൈറ്റിലെ ഈ ഒരു ക്രോമും ഇൻഡിക്കേറ്റേഴ്സിന്റെ ഈ ഒരു ക്രോമും ഒക്കെ കൂടി മൊത്തത്തില് ഒരു തിളക്കണ്ട് കേട്ടോ വാഹനം. ഇതിൽ വരുമ്പോൾ നമുക്ക് കണ്ടോ ഡയമണ്ട് കട്ട് അലോയ്സും കൂടിയും കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ. ഈ ഒരു സൈഡിലോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ക്രോം ഫിനിഷിലാണ് ജുപിറ്റർ എന്നുള്ള ആ ഒരു ലോഗോ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ 125 എന്നുള്ളത് പഞ്ച് ചെയ്തിട്ട് ഒരു സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഒഴുകി കിടക്കുന്ന രീതിയിൽ ആ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് വരുമ്പോൾ നമുക്ക് മെറ്റൽ ബോഡി തന്നെയാണ് വരുന്നത് കേട്ടോ. സീറ്റിന്റെ ഭാഗത്തോട്ട് വന്നാലോ വെച്ചാൽ നല്ല ഒഴുകിക്കെടുക്കുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് സീറ്റ് നൽകിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് ബാക്ക് റെസ്റ്റ് കാര്യങ്ങൾ കാണാം. തൊട്ട് ബാക്കിൽ തന്നെ നമുക്ക് ജുപിറ്റർ എന്നുള്ള ആ ഒരു സ്റ്റിക്കറും നൽകിയിട്ടുണ്ട്. തൊട്ട് താഴെ നമുക്ക് TVS എന്നുള്ള ആ ഒരു ക്രോമിൽ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതിൽ സാധാ ടെയിൽ ലാമ്പാണ് നമുക്ക് വരുന്നത്. തൊട്ട് സൈഡിലായിട്ട് 2 ഇൻഡിക്കേറ്റേഴ്സും നൽകിയിട്ടുണ്ട് കേട്ടോ. എക്സോസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ 2 വാഹനത്തിലും സെയിം എക്സോസ്റ്റുകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. 25cc നമുക്ക് 33 ബൂട്ട് സ്പേസ് തന്നെയാണ് ഹുക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ 110cc വരുമ്പോൾ ആ ഒരു ലഗേജ് ഹുക്ക് ഈ ഒരു സെൻട്രലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് സീറ്റിന്റെ തൊട്ട് താഴെയും നമുക്ക് സെൻട്രലായിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മീറ്റർ ക്ലസ്റ്ററിലോട്ട് വന്നു കഴിഞ്ഞാലോ അടിപൊളി ഒരു മീറ്റർ ക്ലസ്റ്റർ ആണ് ഇവരിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, 10x10 നാവിഗേഷൻ, വോയിസ് അസിസ്റ്റന്റ്, കോൾ ആൻഡ് മെസ്സേജ് നോട്ടിഫിക്കേഷൻ, കൂടാതെ ഫൈൻഡ് മൈ വെഹിക്കിൾ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്ലസ്റ്ററിൽ. സൈഡിലായിട്ട് നമുക്ക് ഐഗോ അസിസ്റ്റൻസ് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഹസാർഡ് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്, വോയിസ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. 110cc 125cc പെട്രോൾ കപ്പാസിറ്റി ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. അതുപോലെ നമ്മുടെ 110 നമുക്ക് മൈലേജ് വരുമ്പോൾ 60 ആണ് കമ്പനി പറയണത്. നമുക്ക് E5 വരുമ്പോൾ നമുക്ക് 50 ആണ് കമ്പനി മൈലേജ്. ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് വരുന്നത് 163 mm ആണ് കേട്ടോ. നമുക്ക് ജുപിറ്റർ 125cc വരുമ്പോഴും 4 വേരിയൻസ് വരുന്നുണ്ട്. അതുപോലെ കളേഴ്സ് ചേഞ്ചും വരുന്നുണ്ട് കേട്ടോ.
എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് നമുക്ക് 95,280 രൂപയാണ് വരുന്നത് കേട്ടോ. മീറ്റർ വാഹനങ്ങളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ ഒരു വീഡിയോയിൽ പോയി നോക്കാം. മോഡലിൽ വന്നിട്ടുള്ള പുതിയ കളർ മാറ്റങ്ങളും എന്തെല്ലാം വ്യത്യാസങ്ങളാണ് 110ലും 125ലും വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നിങ്ങൾക്ക് കാട്ടിത്തരാൻ എന്തായാലും ഈ ഒരു ശ്രമിച്ചിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചവിട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോഗ്സ് അഭിലാഷ്. അതുപോലെ തന്നെ ജുപിറ്റർ വാഹനങ്ങളൊക്കെ ബുക്ക് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ തൃശ്ശൂരുള്ള സെഞ്ചുറി TVSന്റെ നമ്പർ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും. നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം അവർ പെട്ടെന്ന് സെറ്റ് ആക്കി തരും കേട്ടോ. അപ്പൊ എന്തായാലും പെട്ടെന്ന് ബുക്ക് ചെയ്തോ, വണ്ടി സ്വന്തമാക്കിക്കോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.